സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഞാനിന്ന് ഡെയർ എന്ന വാക്ക് ഉപയോഗിച്ച് നമുക്ക് വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുക. ഡെയർ അതിൻ്റെ അർത്ഥം അവിടെ. നമ്മൾ അതിൻ്റെ കൂടെ ഗ്രാമാറ്റിക്കലായിട്ട് പറയുമ്പോൾ ഈസ് ആർ, ആ വെർബ് ഡെയറിൻ്റെ കൂടെ ഈസ് വരുമ്പോൾ ഡെയർ ഈസ്. ഡെയർ ഒറ്റയ്ക്ക് അത് പറയുകയാണെങ്കിൽ അവിടെ ഈസ് ആകുന്നു. ഡെയർ ഈസ് ഇത് രണ്ടും കൂടെ വരുമ്പോൾ അർത്ഥം മാറിപ്പോകും. നമ്മൾ അവിടെ ഈസ് ആകുന്നു, അവിടെ ആകുന്നു എന്നല്ല. ഡെയർ ഈസ് ഉണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡിൽ വരുമ്പോൾ ഈസ് ഡെയർ ഉണ്ടോ. ഇത് സിംഗുലർ. ഇനി അത് പ്ലൂറലിൽ വരുമ്പോൾ ഡെയർ ആർ ഉണ്ട്. ഈസ് ഡെയർ ആർ ഡെയർ ഉണ്ടോ. ഡെയർ ആർ ഉണ്ട്, ആർ ഡെയർ ഉണ്ടോ. ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞത് ഡെയർ ഉപയോഗിച്ച് എങ്ങനെ ഒരു വാക്കുകൾ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാം, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഡെയർ അവിടെ ഈസ് ആകുന്നു. ഡെയർ ഈസ് ഉണ്ട്, ഈസ് ഡെയർ ഉണ്ടോ. ഡെയർ ആർ പ്ലൂറൽ വരുമ്പോൾ ഉണ്ട്, ആർ ഡെയർ ഉണ്ടോ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വേണം. ഈസ് ഡെയർ എ പെൻസിൽ, ഒരു പെൻസിലുണ്ടോ. മലയാളത്തിൽ നമ്മളെങ്ങനെ പറയും, ഒരു പെൻസിലുണ്ടോ. ഈസ് ഡെയർ എ പെൻസിൽ. ഇനി മേശയുണ്ടോ. ഈസ് ഡെയർ എ ടേബിൾ. അതിൻ്റെ പ്ലൂറൽ ഞാൻ അടുത്ത ദിവസം പറയാം, ഇത്രയും മതി. ദെയർ ഈസ് ദെയർ എ പെൻസിൽ. പെൻസിൽ ഉണ്ടെന്ന് ആൻസർ പറയുന്നത് ദെയർ ഈസ് എ പെൻസിൽ. ഒരു മേശയുണ്ടോ. ഈസ് ദെയർ എ ടേബിൾ. മേശയുണ്ട്, ദെയർ ഈസ് എ ടേബിൾ. അടുത്ത വീഡിയോയിൽ കാണാം. ഞാനത് ഷൂട്ട് ചെയ്യാം മൊബൈലിലാണ്.